ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 18 മോക്ഷ സന്യാസ യോഗം. തൈരിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വെണ്ണ വീണ്ടും മോരിനോട് കലർത്തിയാൽ അവ ഒന്നു ചേരാത്തതുപോലെ അദ്വയമായ എൻ്റെ സ്വരൂപത്തിൽ നീ ശരണം പ്രാപിച്ചു കഴിയുമ്പോൾ ധർമാധർമ്മങ്ങൾ നിന്നെ ബാധിക്കാതെ സ്വയം ഒഴിഞ്ഞു പോകും. ഭൂമിയിൽ കിടക്കുന്ന ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു, എന്നാൽ അത് സ്പർശമണിയുടെ സ്പർശമേറ്റാൽ തുരുമ്പ് പിടിക്കാത്ത തങ്കമായി മാറുന്നു. അതുപോലെ നിനക്ക് എന്നോട് സംബന്ധമുണ്ടായി കഴിയുമ്പോൾ നീ ഞാനായി തീരുകയും ധർമാധർമ്മ ബന്ധങ്ങളിൽ നിന്ന് നീ മോചിതനാവുകയും ചെയ്യുന്നു. മരക്കഷണങ്ങളിൽ നിന്നുണ്ടാകുന്ന അഗ്നിയെ മരപ്പലക കൊണ്ടുണ്ടാക്കിയ പേടകത്തിനുള്ളിൽ അടച്ചു വയ്ക്കാൻ കഴിയുമോ? സൂര്യന് ഇരുട്ടിനെ കാണാൻ കഴിയുമോ? ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നത്തിൽ കണ്ട ഭ്രാന്തി അനുഭവപ്പെടുമോ? അതുപോലെ എന്നെ ശരണം പ്രാപിച്ച ഒരുവന് സർവവ്യാപിയായ എന്നിൽ നിന്ന് ഭിന്നമായി നിൽക്കാൻ കഴിയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ആകയാൽ പാപപുണ്യങ്ങൾ ധർമാധർമ്മങ്ങൾ എന്ന വിഷയത്തിൽ നിനക്ക് യാതൊരു ഉത്കണ്ഠയും ആവശ്യമില്ല. നിനക്കുണ്ടായിരുന്ന എല്ലാ പാപപുണ്യങ്ങളും എൻ്റെ സ്വരൂപമായി തീർന്നിരിക്കുന്നു. എന്നെ വിട്ട് ഭിന്നമായി, അതായത് ദ്വൈതമായി നിൽക്കുമ്പോഴാണ് പാപത്തിൻ്റെ സ്വരൂപം സർവവിധമായ സംസാരബന്ധങ്ങളെയും നിനക്ക് ഉണ്ടാക്കി വെക്കുന്നത്. എൻ്റെ സ്വരൂപജ്ഞാനം സിദ്ധിച്ചു കഴിയുമ്പോൾ പാപത്തിൻ്റെ സ്വരൂപം അപ്രത്യക്ഷമാകുന്നു. നീ പാപങ്ങളിൽ നിന്നും മറ്റ് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. അല്ലയോ വിവേകിയായ അർജുന, സ്വരൂപജ്ഞാനത്തിൽ കൂടി നീ എന്നെ അറിയുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുക. എല്ലാ രൂപങ്ങൾക്കും രൂപം നൽകുന്ന സർവസ്വരൂപനായും സർവദൃഷ്ടികൾക്കും ദൃശ്യശക്തി നൽകുന്ന സർവദൃക്കായും സർവദേശങ്ങളെയും അധിവസിക്കുന്ന സർവദേശ നിവാസനായും ഇരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ഇപ്രകാരം അർജുനനോട് അരുളി ചെയ്തു. അതിനുശേഷം ശ്യാമസുന്ദരനായ ഭഗവാൻ കങ്കണഭൂഷിതമായ തൻ്റെ വലം കൈ നീട്ടി തന്നെ ശരണം പ്രാപിച്ചവനും ഭക്തന്മാരിൽ പാർത്ഥിവനുമായിരിക്കുന്ന പാർത്ഥനെ ആലിംഗനം ചെയ്തു. വാക്കുകൾക്കും ബുദ്ധിക്കും വർണ്ണിക്കാൻ കഴിയാത്ത ഭഗവാന്റെ ആത്മസ്വരൂപത്തെ അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായിരുന്നു ഭഗവാൻ അർജുനനെ ആശ്ലേഷിച്ചത്. ഹൃദയത്തോട് ചേർന്നപ്പോൾ ഭഗവാന്റെ ഹൃദയരഹസ്യം അർജുനൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു. എന്നാൽ പരസ്പരം ഭജിക്കുന്നതിനുള്ള ബാഹ്യമായ ദ്വന്ദ്ഭാവത്തെ വെടിയാതെയാണ് ഭഗവാൻ അർജുനനെ തനിക്കൊപ്പമാക്കിയത്. ഒരേ ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപം കൊളുത്തി വയ്ക്കുന്നത് പോലെയുള്ള ആ ആലിംഗനവും ദ്വന്ദ്ഭാവത്തെ നശിപ്പിക്കാതെ അർജുനനെ ഭഗവാന്റെ ആത്മസ്വരൂപമായി ഒന്നാക്കി തീർത്തു. അപ്പോൾ അർജുനനുണ്ടായ ആനന്ദപ്രവാഹത്തിൽ സർവവ്യാപിയായ ഭഗവാനും മുങ്ങിപ്പോയി. ഇരു സമുദ്രങ്ങൾ തമ്മിൽ യോജിച്ച് ജലം ദ്വിഗുണീഭവിക്കുമ്പോൾ ആകാശത്തിൻ്റെ സഹായത്തോടെ ജലം മേൽപോട്ട് ഉയരുന്നു. അതുപോലെ കൃഷ്ണാർജുനന്മാരുടെ ആലിംഗനത്തിൽ നിന്നുണ്ടായ ആനന്ദം ഇരുവർക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഉണ്ടായതെന്ന് അറിയാനോ പറയാനോ ആർക്കാണ് കഴിയുക? വിശ്വം മുഴുവനും നാരായണ സ്വരൂപം നിറഞ്ഞു നിൽക്കുന്നതായി അർജുനന് അനുഭവപ്പെട്ടു. വേദങ്ങൾക്ക് മൂലസൂത്രമായും സർവരാലും അംഗീകരിക്കപ്പെട്ട് പവിത്രതമമായും ഇരിക്കുന്ന ഈ ഗീതാശാസ്ത്രത്തെ ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം വെളിപ്പെടുത്തി. ഗീത വേദങ്ങളുടെ മൂലമായത് എങ്ങനെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ കാരണം പറയാം. ആരുടെ നിശ്വാസത്തിലാണോ വേദങ്ങൾ ജന്മമെടുത്തത്, ആ സത്യപ്രതിജ്ഞനായ സർവേശ്വരൻ്റെ തിരുവായ്മൊഴികളാണ് ഈ ഗീതാശാസ്ത്രം. ആകയാൽ വേദങ്ങൾക്ക് മൂലപ്രമാണമായി ഗീത സ്ഥിതി ചെയ്യുന്നുവെന്ന് പറയുന്നത് ന്യായമാണ്. ഇനിയും മറ്റൊരു കാരണം കൂടി പറയാനുണ്ട്. ഒരു വസ്തുവിൻ്റെ സ്വരൂപം നാശമടയാതെ അതിൻ്റെ വലിപ്പം മാത്രം കുറുകിപ്പോയി ഏതിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ കുറുകിയ വസ്തുവിനെ വലിയ വസ്തുവിൻ്റെ വിത്ത് എന്ന് പറയുന്നു. 3 കാണ്ഡങ്ങളായി സ്ഥിതി ചെയ്യുന്ന വേദങ്ങൾ മുഴുവനും ഗീതയുടെ ഉള്ളിൽ വിത്തിനകത്തിരിക്കുന്ന വൃക്ഷം പോലെ അടങ്ങിയിരിക്കുന്നു. ആകയാൽ ഗീത വേദങ്ങളുടെ വിത്താണെന്ന് സ്വാഭാവികമായും പറയാവുന്നതാണ്. വേദങ്ങളിലുള്ള 3 കാണ്ഡങ്ങളും ഗീതയിൽ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട അവയവങ്ങളെപ്പോലെ കാന്തി പൊഴിച്ചുകൊണ്ട് ശോഭിക്കുന്നു. കർമ്മകാണ്ഡാദി 3 കാണ്ഡങ്ങളും ഗീതയിൽ ഏതേത് ഇടങ്ങളിൽ കാണപ്പെടുന്നുവെന്ന് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നത് പോലെ ഞാൻ വിവരിക്കാം, കേൾക്കുവിൻ.
ഗീതയുടെ 1-ാം അധ്യായം ഗീതയുടെ ഉത്ഭവത്തിനുള്ള കാരണം പറയുന്നതാണ്. 2-ാമത്തെ അധ്യായത്തിൽ സാഖ്യശാസ്ത്രത്തിൻ്റെ പെരുമയെ എടുത്തു കാട്ടിയിട്ട് മോക്ഷപ്രാപ്തിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള സ്വതന്ത്ര സാധനമായിരിക്കുന്ന ജ്ഞാനമാണ് ഈ ശാസ്ത്രത്തിൻ്റെ മുഖ്യ വിഷയമെന്ന് ചുരുക്കമായി പ്രതിപാദിച്ചിരിക്കുന്നു. പിന്നീട് അജ്ഞാനത്താൽ സംസാരത്തിലകപ്പെട്ട് കിടക്കുന്ന ജീവന് മോക്ഷം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉപദേശിക്കുന്നതാണ് 3-ാം അധ്യായം. ദേഹാഭിമാനത്താൽ സംസാരബന്ധത്തിൽ മുഴുകിക്കിടക്കുന്നവർ കാമ്യകർമ്മങ്ങളെയും നിഷിദ്ധ കർമ്മങ്ങളെയും ഒഴിവാക്കി ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള നിത്യ നൈമിത്തിക കർമ്മങ്ങളെ ശാസ്ത്രവിധി പ്രകാരം ശ്രദ്ധയോടെ അനുഷ്ഠിക്കണമെന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിഹിത കർമ്മങ്ങൾ ശുദ്ധഭാവത്തോടെ ചെയ്യണമെന്ന് ഭഗവാൻ ഈ അധ്യായത്തിൽ നിർദ്ദേശിക്കുന്നു. ഗീതാശാസ്ത്രത്തിൽ കർമ്മകാണ്ഡമെന്ന് അറിയപ്പെടുന്നത് ഈ അധ്യായമാണ്. ഒരുവൻ അവശ്യം അനുഷ്ഠിക്കേണ്ട നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ആചരിച്ചാൽ അത് എങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുമെന്നും മോക്ഷ സാധനമാകുമെന്നുള്ള സംശയം ഉണ്ടാകാം. ഈ സംശയം പരിഹരിക്കുന്നതിനായി ഭഗവാൻ ഉപദേശിക്കുന്ന മാർഗം ബദ്ധനായ ഒരുവൻ മുമുക്ഷു പദവിയിലെത്തിച്ചേർന്നാൽ അവൻ എല്ലാ കർമ്മങ്ങളെയും ബ്രഹ്മാർപ്പണ ബുദ്ധിയോടെ ചെയ്താൽ മതി എന്നാണ്. അതായത് ഏത് വിഹിത കർമ്മങ്ങൾ മനസ്സ്, വാക്ക്, ശരീരം എന്ന ത്രികരണങ്ങളാൽ ചെയ്യപ്പെടുന്നുവോ അവയെല്ലാം ഈശ്വരൻ്റെ പ്രീതിക്കായി ഈശ്വരന് അർപ്പിക്കണം എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. 4-ാം അധ്യായത്തിലെ മുഖ്യ വിഷയം കർമ്മയോഗം കൊണ്ട് എങ്ങനെ ഈശ്വരനെ ഉപാസിക്കാം എന്നുള്ളതാണ്. കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരനെ ഭജിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം എന്ന വിഷയം കർമ്മയോഗത്താൽ എപ്രകാരമാണ് ഈശ്വരോപാസന നടത്തേണ്ടതെന്ന് പറഞ്ഞു തുടങ്ങുന്ന 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം മുതൽ വിശ്വരൂപത്തെ വർണ്ണിക്കുന്ന 11-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയും തുടർന്നു പോകുന്നു. ദേവതാകാണ്ഡമെന്നറിയപ്പെടുന്ന ഈ 8 അധ്യായങ്ങളിലും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഈശ്വര ഉപാസനയാൽ ലഭിക്കുന്ന ഈശ്വരാനുഗ്രഹത്താലും ഗുരുസമ്പ്രദായം തുടരുന്നതിനാലും ഒരുവന് യഥാർത്ഥവും കരുണാർദ്രവുമായ ജ്ഞാനം ലഭിക്കുന്നു. ഈ ജ്ഞാനത്തെപ്പറ്റി അദ്വേഷ്ട എന്നു തുടങ്ങുന്ന ശ്ലോകം അധ്യായം 12 ശ്ലോകം 13 മുതൽ അഥവാ അമാനിത്വം എന്നു തുടങ്ങുന്ന ശ്ലോകം മുതൽ, അതായത് 13-ാം അധ്യായം ശ്ലോകം 8 സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നു. ആകയാൽ 12-ാം അധ്യായം ജ്ഞാനകാണ്ഡത്തിൽ ചേർന്നതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 12-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ ജ്ഞാനം എന്ന ഫലവും അതിനാൽ ഉണ്ടാകുന്ന ബ്രഹ്മഭാവം എന്ന സിദ്ധിയും നിരൂപിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഊർധ്വമൂലം എന്നാരംഭിക്കുന്ന 15-ാം അധ്യായം ഉൾപ്പെടെയുള്ള 4 കാണ്ഡങ്ങളും ജ്ഞാനകാണ്ഡം ആകുന്നു. ഇപ്രകാരം കാണ്ഡത്രയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗീത വേദങ്ങളുടെ ബാലരൂപം കൈകൊണ്ട് വേദമായിട്ട് തന്നെ ഇരുന്ന് അതിൻ്റെ ശ്ലോകങ്ങളാകുന്ന രത്നഖചിതമായ ആഭരണങ്ങൾ അണിഞ്ഞ് പരിലസിക്കുന്നു. മോക്ഷഫലം പങ്കിട്ടെടുക്കണമെന്ന് ഗീത എല്ലാവരോടുമായി പ്രഖ്യാപിക്കുന്നു. ഈ മോക്ഷജ്ഞാനം കൈവരിക്കുന്നതിനുള്ള സാധനകളെയും ജ്ഞാനത്തോട് പക പുലർത്തുന്ന അജ്ഞാനികളെയും പറ്റിയാണ് 16-ാം അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ജ്ഞാന ശത്രുക്കളായ അജ്ഞാനികളെ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി ജയിക്കണമെന്ന് 17-ാം അധ്യായത്തിൽ പറയുന്നു. തൻ്റെ നിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത വേദങ്ങളെ ഇപ്രകാരം 1 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ വിവരിച്ചിരിക്കുന്നു. ഈ അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളുടെ ഏകീകരണമാണ് 18-ാം അധ്യായം. ശ്രീമദ് ഭഗവത്ഗീത എന്ന കാവ്യഗ്രന്ഥം സർവജ്ഞാന സാഗരമാണ്. അത് വേദത്തിൻ്റെ അവതാരമൂർത്തിയാണെങ്കിലും ഔദാര്യത്തിൻ്റെ കാര്യത്തിൽ വേദത്തിനെയും വെല്ലുന്നു. മൂലവേദങ്ങൾ ജ്ഞാനവിഷയത്തിൽ സമ്പന്നരാണെന്നുള്ളത് നിസ്തർക്കമാണ്. എന്നാൽ ജ്ഞാനദാനം ചെയ്യുന്നതിൽ അവരെപ്പോലെ പിശുക്കന്മാരായി വേറെ ആരാണുള്ളത്? എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യരെന്ന 3 വർണ്ണങ്ങളുടെ കാതുകളിൽ മാത്രമേ വേദങ്ങൾ ജ്ഞാനോപദേശം ചെയ്യുകയുള്ളൂ. അവർക്ക് മാത്രമേ അത് കേൾക്കുന്നതിനും ഓതുന്നതിനും അധികാരം സിദ്ധിച്ചിട്ടുള്ളൂ. സംസാര ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ജ്ഞാനക്ഷേത്രത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതിന് വേദങ്ങൾ തയ്യാറല്ല. ആകയാൽ തങ്ങളുടെ ഈ കുറവ് നികത്തി അവശന്മാരും ആർത്തന്മാരുമായവരുടെ ദുഃഖം അകറ്റി അവർക്ക് ജ്ഞാനോപദേശം നൽകുന്നതിന് വേണ്ടി വേദങ്ങൾ ഗീതാരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു.
തന്നെയുമല്ല, ഗീത അർത്ഥാനുസന്ധാന രൂപമായി ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയും ശ്രവണരൂപമായി കാതിൽ കയറുകയും ജപരൂപമായി വദനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. കൂടാതെ പാരായണം ചെയ്യുന്നവനും ശ്രവിക്കുന്നവനും പകർത്തിയെഴുതി പ്രസിദ്ധപ്പെടുത്തുന്നവനും സംസാരത്തിൻ്റെ നാൽക്കവലയിൽ അലഞ്ഞു തിരിയുന്ന മറ്റനേകർക്കും ശുദ്ധമോക്ഷ സുഖമാകുന്ന ഭിക്ഷ നൽകുന്ന ഒരു അന്നക്ഷേത്രമാണ് ഗീത. ആകാശത്തിൽ സഞ്ചരിക്കുന്ന പറവകൾക്കും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനും സൂര്യൻ്റെ കിരണങ്ങൾക്കും അന്തരീക്ഷം ഒരേ വിധത്തിൽ ഇടം നൽകുന്നത് പോലെ ഉത്തമനെന്നോ അധമനെന്നോ ഉള്ള വിവേചനം കൂടാതെ ഗീത എല്ലാവർക്കും മോക്ഷത്തിൻ്റെ ആനന്ദവും ശാന്തിയും പ്രദാനം ചെയ്ത് അവരുടെ സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നു. നേരത്തെ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഭീതി പൂണ്ട വേദങ്ങൾ ഗീതയുടെ ഗർഭപാത്രത്തിൽ പുനർജന്മമെടുത്ത് ലോക പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നു. ഇപ്രകാരം വേദങ്ങളെ എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കുന്നതിനു വേണ്ടി അതിൻ്റെ സത്തയായ ഗീതയെ ഭഗവാൻ പാണ്ഡുപുത്രന് ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു. തൻ്റെ കിടാവിനോടുള്ള സ്നേഹം കൊണ്ട് തള്ളപ്പശു ചുരത്തുന്ന പാല് വീട്ടിലുള്ള എല്ലാവർക്കും ലഭ്യമാകുന്നത് പോലെ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ നൽകിയ ഗീതോപദേശം ലോകർക്കെല്ലാം സായുജ്യം അടയുന്നതിനുള്ള വഴി കാട്ടിക്കൊടുക്കുന്നു. മേഘങ്ങൾ ചാതക പക്ഷിയോടുള്ള കാരുണ്യം കൊണ്ട് മാരി ചൊരിയുന്നു. ആ മാരി എല്ലാ ചരാചരങ്ങൾക്കും സംതൃപ്തി നൽകുന്നു. മറ്റ് ഗതിയില്ലാത്ത താമരപ്പൂവിനെ വിരിയിക്കുന്നതിന് സൂര്യൻ ദിവസവും ഉദിക്കുന്നു. അതിൻ്റെ കിരണങ്ങൾ മാലോകരുടെ നയനങ്ങൾക്ക് സംപ്രീതി നൽകുന്നു. അതുപോലെ അർജുനനെ നിമിത്തമാക്കി ലക്ഷ്മീപതിയായ ഭഗവാൻ കൃഷ്ണൻ വെളിപ്പെടുത്തിയ ഗീത സംസാര ജീവിതത്തിൻ്റെ കനത്ത ഭാരത്തെ ലഘൂകരിക്കുന്നു. ജഗത്രയങ്ങളെ പ്രകാശിപ്പിക്കുന്ന സർവശാസ്ത്രങ്ങളാകുന്ന രത്നങ്ങൾക്കും ഒളി നൽകുന്ന ഈ ഗീതാശാസ്ത്രം ലക്ഷ്മീപതിയായ ഭഗവാന്റെ പതനാകാശത്തിൽ ഉദിച്ച ഭാനുമാനാണ്. ഗീതയിൽ പ്രതിപാദിക്കുന്ന ജ്ഞാനോപദേശത്തിന് പാത്രമായും ലോകത്തിൻ്റെ രക്ഷാകേന്ദ്രമായുള്ള ഗീതയെ വെളിപ്പെടുത്തുന്നതിന് കാരണക്കാരനായും ഇരിക്കുന്ന അർജുനൻ്റെ വംശം പവിത്രവും ഉത്തമവും ആയതാണ്. ഇത് അങ്ങനെ നിൽക്കട്ടെ. തന്നിൽ ആപാദചൂടം മുഴുകി നിൽക്കുന്ന അർജുനന് ദ്വൈതഭാവം നൽകി പാർത്ഥസാരഥി അർജുനനെ വീണ്ടും പാർത്ഥനാക്കി. ഭഗവാൻ ചോദിച്ചു, പാർത്ഥ, ഇപ്പോൾ നിനക്ക് എന്തു തോന്നുന്നു? ഞാൻ ഗീതയിൽ കൂടി നൽകിയ ഉപദേശം നിനക്ക് ബോധ്യമാകുന്നുണ്ടോ? പാർത്ഥൻ പ്രതിവചിച്ചു, പ്രഭോ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് അത് ബോധ്യമായി. ഭഗവാൻ തുടർന്നു, ധനഞ്ജയ, ഭാഗ്യം കൊണ്ട് ഒരുവന് നിധി കയ്യിൽ കിട്ടിയെന്ന് വരാം. എന്നാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ അവന് അത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ഷീരസാഗരമാകുന്ന ബൃഹത്തായ കലത്തിൽ കിടന്ന ഉറ കൂടാത്ത ക്ഷീരം കടയുന്നതിന് എത്രത്തോളം പ്രയത്നമാണ് ദേവന്മാരും അസുരന്മാരും കൂടി ചെയ്തത്. ആ പ്രയത്നം സഫലമായി. അവർ അവരുടെ കണ്ണുകൾ കൊണ്ട് അമൃത് ദർശിച്ചു. ആ അമൃതിനെ കാത്ത് രക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അമരത്വം നൽകേണ്ട അമൃത് അസുരന്മാർക്ക് മൃത്യുവാണ് ഉണ്ടാക്കിക്കൊടുത്തത്. ഒരുവന് സിദ്ധിച്ചത് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇപ്രകാരമാണ് സംഭവിക്കുന്നത്. അനേകം യത്നങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി സ്വർഗലോകത്തിൽ രാജാവായിത്തീർന്ന നഹുഷ മഹാരാജാവ് ആ പദവിയിലിരുന്ന് അഹങ്കരിച്ചതുകൊണ്ട് പാമ്പായി മാറിയില്ലേ? നീ ധാരാളം പുണ്യം സമ്പാദിച്ചിട്ടുള്ളതുകൊണ്ട് നിനക്ക് ഇന്ന് ഈ ഉത്തമ ശാസ്ത്രത്തിൻ്റെ ഉപദേശം ലഭിച്ചു. ആകയാൽ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഉപായങ്ങളെ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ ഏത് സമ്പ്രദായമാണോ സ്വീകരിക്കേണ്ടത് ആ സമ്പ്രദായം മനസ്സിലാക്കി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഉപായങ്ങളെ നീ ശരിയായി അനുഷ്ഠിക്കണം. ആ സമ്പ്രദായങ്ങളെ അറിയാതെ ഉപായാനുഷ്ഠാനത്തിന് ഒരുമ്പെട്ടാൽ അസുരന്മാർക്ക് അമൃതമഥനത്തിലുണ്ടായ അനുഭവമായിരിക്കും നിനക്കും ഉണ്ടാവുക. ഒന്നാന്തരം പശുവിനെ കിട്ടിയാലും പാൽ ലഭിക്കണമെങ്കിൽ പശുവിനെ യഥാസമയം കറക്കുന്നതിന് അറിഞ്ഞിരിക്കണം. അതുപോലെ യോഗ്യനായ ഒരു ഗുരുവിനെ ലഭിക്കുകയും അദ്ദേഹത്തിൽ കൂടി ജ്ഞാനം സമ്പാദിക്കുകയും ചെയ്താലും ആ ജ്ഞാനം ഫലപ്രദമാകണമെങ്കിൽ അത് സമ്പ്രദായപ്രകാരം അനുഷ്ഠിക്കണം. ആകയാൽ ഈ ശാസ്ത്ര വിഷയത്തിൽ അനുഷ്ഠിക്കപ്പെടേണ്ട സമ്പ്രദായം എന്താണെന്ന് പറയാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക.